Hi dears, welcome back to my channel. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈസിയായി എങ്ങനെ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യാന്നുള്ളതാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ അത്യാവശ്യം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മേക്കപ്പ് ലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐബ്രോസ് ചെയ്തിട്ടില്ല. അപ്പൊ മേക്കപ്പ് പൂർണ്ണമാകുന്നത് എപ്പോഴും നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പം ഐബ്രോസ് നമ്മൾ ചെയ്യാതെ ബാക്കി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് അത്രയ്ക്കൊരു ഫിനിഷിങ് കിട്ടത്തില്ല. എൻ്റെ കയ്യിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലുണ്ട്. ഇത് ബ്രൗൺ കളറാണ് കേട്ടോ. ഞാൻ കൂടുതലും ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബ്ലാക്ക് ആകുമ്പോൾ ഒരുപാട് ഡാർക്ക്നെസ്, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന NY ബേയുടെ അതൊരു ബ്രൗൺ തന്നെയാണ് കേട്ടോ. ഇത് ഇച്ചിരി ഡാർക്കാണ്, സ്റ്റിക്കിയാണ് NY ബേയുടെ. പക്ഷെ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഒരു ഐബ്രോ നമുക്ക് സ്വിസ് ബ്യൂട്ടി വെച്ചും ഒരെണ്ണം നമുക്ക് NY ബേയുടെ ഇത് വെച്ചിട്ടും ചെയ്ത് നോക്കാം. ഇതിന്റെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ, എത്രയാണെന്നുള്ളത്. നമുക്ക് സാധാരണ നോർമൽ ഐബ്രോ പെൻസിലും കിട്ടും. അത് ആദ്യമൊക്കെ ഞാൻ അത് വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ അത് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് എഴുതിയത്. അങ്ങനെ എഴുതി പിന്നെയാണ് ഞാൻ നമ്മൾ എഴുതിയാണ് നമുക്ക് കളർ കറക്റ്റ് ഒരു ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക. അപ്പം NY ബേയുടെ നമുക്ക് ആദ്യം യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പിരികം നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ പിരികം കണ്ടില്ലേ, ഇത്രയും തിന്നാണ് എൻ്റെ പിരികം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസിൻ്റെ താഴെ നിന്നുള്ള നമ്മുടെ ഐബ്രോസിൻ്റെ ബോർഡർ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ബോർഡർ മേളിൽ നിന്ന് മുകളിലത്തെ ഭാഗം ഐബ്രോയുടെ ഇങ്ങനെ ഈ ബോർഡർ ഇവിടം വരെ വരച്ചു കൊടുക്കുക. എവിടം വരെ നമ്മുടെ ഐബ്രോസ് ഉണ്ടോ അവിടം വരെ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഈ തുടക്കത്തിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇവിടുന്ന് ഔട്ട്ലൈൻ ഇടുകയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി കട്ടുകൂട്ടി വരയ്ക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ആദ്യം ഇതിൻ്റെ ബോർഡർ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം അതിന് മുന്നായിട്ട് ഇപ്പോൾ വരുന്ന മിക്ക ഐബ്രോ പെൻസിലിൻ്റെ കൂടെ ഇതുപോലെ ഒരു ലൈറ്റായിട്ടുള്ള ബ്രഷ് കാണും. ഇതത്ര സോഫ്റ്റ് ഒന്നും അല്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് ബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചീപ്പാണെങ്കിലും വെച്ച് ഒന്ന് പതിയെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഐബ്രോസ് ഒന്ന് ഇതുപോലെ ചീക്കി കൊടുക്കുക. ഉണ്ടോ? ഇത് വെച്ചിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പം അടിയിലത്തെ ലൈൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി മുകളിലെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഇവിടെ നമുക്ക് ചെറിയൊരു ആർച്ച് പോലെയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് മറ്റേ നമ്മൾ ഇവിടെ രണ്ടും കൂടെ നമ്മൾ യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം നമുക്കൊന്നുകൂടി ഒന്ന് ചീകി കൊടുക്കാം. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, വളരെ ലൈറ്റായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫില്ല് ചെയ്യാം ഇതിൻ്റെ അകം. അപ്പോൾ ഇവിടെ ഒത്തിരി കട്ടി നിങ്ങൾക്ക് അഥവാ കൂടിപ്പോയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഫിംഗർ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പതുക്കെ എന്നത് ലൈറ്റാക്കി കൊടുക്കുക, മായ്ച്ചു കൊടുക്കുക ലൈറ്റാക്കിയിട്ട്. അപ്പം ഞാൻ എഴുതിയത് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി നമ്മൾ എഴുതുമ്പോൾ ഈ ഐബ്രോസ് തുടങ്ങുന്നതിന് ഇവിടെ നമ്മൾ ഒരിക്കലും കട്ടിയായിട്ട് എഴുതരുത്, വളരെ ലൈറ്റായിട്ട് വേണം കൊടുക്കാനായിട്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കട്ടിക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ നോർമലി എഴുതുമ്പോൾ ഇങ്ങനെ ഇവിടെയാണ് കട്ടിയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് പതിയെ വരച്ച് വെക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല, നെവയുടെ ഇത്തിരി കുറച്ചൊരു സ്റ്റിക്കിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കൊടുക്കണ്ട, കുറച്ച് കൊടുത്തിട്ട് അതിനുശേഷം നമ്മളിത് വെച്ചിട്ട് ഇതിലെ ഒന്ന് ചീക്കി കൊടുക്കുക. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് യൂസ് ചെയ്ത് ഇത്തിരി സ്റ്റിക്കിയാണ്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ കുറച്ച് ഇതുകൂടെ ഇങ്ങനെ ഷേപ്പിലൊന്ന് വരച്ച് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ പതിയെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡോട്ട് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ആദ്യം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ലുക്കും ഇപ്പോഴത്തെ ഒരു ലുക്കും കണ്ടില്ല, എത്രത്തോളം വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ചിലർ ഐബ്രോസ് വളരെ തിന്നായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് തിക്കായിട്ട് ഫില്ല് ചെയ്യുമായിരിക്കും നമ്മുടെ ഫേസിന് കൂടുതൽ നല്ല. പിന്നെ ഓരോരുത്തരുടെ ഫേസ് പോലെ ഇരിക്കും. എൻ്റെ അത്യാവശ്യം വലിയ ഫേസാണ്. സോ തിൻ ഐബ്രോസ് എനിക്ക് എത്ര മാച്ചല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത്രയും ഒരു കട്ടിക്കാണ് എഴുതാനായിട്ട് ശ്രമിക്കാറ്. ഈ ഒരു ഐബ്രോ പെൻസിലാണ് ഞാൻ കണ്ടിന്യൂസ് എപ്പോഴും യൂസ് ചെയ്യുന്നതുള്ളത്. ഇത് അധികം സ്റ്റിക്കി അല്ല. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എനിക്ക് കൂടുതലും ഇതാണ് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ. കാരണം ഇത് വെച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കാരണം ഇത് സ്റ്റിക്കിയും അല്ല, നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. സിസ് ബ്യൂട്ടിയുടെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. കാരണം മറ്റേത് എനിക്ക് ഇപ്പൊ ചെയ്തെടുക്കാനായിട്ട് കുറെ സമയം വേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ, ഐബ്രോസ് ഫില്ല് ചെയ്തപ്പോഴുള്ള ലുക്കും നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എത്ര ഡിഫറൻസ് ആണെന്ന്. ഫില്ല് ചെയ്യാതിരുന്നപ്പോഴുള്ള എൻ്റെ ഒരു ഫേസും ഇപ്പോഴുള്ള ഒരു ഫേസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യം ഞാൻ നേരത്തെ ചെയ്യുന്നതിൽ വെച്ച് നോക്കിയിട്ട് എനിക്കിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഐബ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.